നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണ എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന ഡൗട്ട്, അതായത് മാക്സിമം ആൻഡ് മിനിമം കണ്ടീഷൻ, എ സി ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ആൻഡ് മിനിമം EMFൻ്റെ കണ്ടീഷൻ ഒരുപാട് പേർക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും നല്ലതുപോലെ കാണുക, നല്ലപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് ലെറ്റസസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് സം ഡിവൈസസ് ദാറ്റ് വർക്ക് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുതകാന്തിക പ്രേരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും ഉപകരണങ്ങളുടെ പേരെഴുതുക. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ജനറേറ്റർ, മൂവിങ് കോയിൽ, മൈക്രോഫോൺ, പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏത് തന്നെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആൻസർ ജനറേറ്റർ, മൂവിങ് കോയിൽ, മൈക്രോഫോൺ, ട്രാൻസ്ഫോമർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, what are the components essential for proving electromagnetic induction experiments? വൈദ്യുതകാന്തിക പ്രേരണം പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് അല്ലേ? നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ വേണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ? മാഗ്നറ്റ് എന്തായാലും വേണം അല്ലേ. മാഗ്നറ്റ് വേണം, കോയിൽ വേണം അല്ലേ, കോയിൽ വേണം, പിന്നെ ഗാൽവനോമീറ്റർ വേണം. അപ്പം മാഗ്നറ്റ്, കോയിൽ, ഗാൽവനോമീറ്റർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, what are the factors that affect the induced EMF in electromagnetic induction? വൈദ്യുതകാന്തിക പ്രേരണ ഫലമായി ഉണ്ടാകുന്ന പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന EMF ഉണ്ടാകുന്നുണ്ട്. ആ EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, കോയിലുകളുടെ ചുറ്റുകളുടെ എണ്ണം, സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ്, കാന്തത്തിൻ്റെ ശക്തി, പിന്നെന്താണ്? സ്പീഡ് ഓഫ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ മാഗ്നറ്റ് ആൻഡ് കോയിൽ, കാന്തവും കോയിലും തമ്മിലുള്ള ആപേക്ഷിക ചലനം അല്ലേ. ആ കാന്തവും കോയിലും കൂടെ മൂവ് ചെയ്യുന്ന ആ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂസ്ഡ് EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ടേക്ക് എ യൂസ്ഡ് സെൽ ഫ്രം എ കാൽക്കുലേറ്റർ ഓർ റിമോട്ട് കൺട്രോൾ ആൻഡ് കണക്ട് ഇറ്റ് ഇൻ ടു എ ഗാൽവനോമീറ്റർ ആർ ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ഡു യു ഒബ്സർവ്? ഒരു കാൽക്കുലേറ്ററിൽ നിന്നോ TV-യുടെ റിമോട്ട് കൺട്രോളിൽ നിന്നോ ഒഴിവാക്കിയ സെല്ലെടുത്ത് ഒരു ഗാൽവനോമീറ്ററുമായി ചുവടെ കൊടുത്ത പ്രകാരം ഘടിപ്പിക്കുക. നിരീക്ഷണം എന്ത്? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു ചെറിയ ബാറ്ററി, നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഗാൽവനോമീറ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്റർ അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യും. അത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക്, അതായത് സെല്ലിൻ്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പം അതനുസരിച്ചിട്ട് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് അവിടെ തന്നെ നിൽക്കും. അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കും. അപ്പോൾ ആൻസർ, the needle of the galvanometer will be deflected to one of the sides and keep there itself. ഗാൽവനോമീറ്റർ സൂചി ഏതെങ്കിലും ഒരു വശത്തേക്ക് വിഭ്രംശിച്ച് അവിടെ തന്നെ സ്ഥിരമായി നിൽക്കും. Then fifth question, write down the names of DC sources. നേർധാരാ വൈദ്യുതിയുടെ സ്രോതസ്സുകളുടെ പേരെഴുതുക. നേർധാരാ വൈദ്യുതി DC സോഴ്സ് അറിയാം. സെല്ലുണ്ട് അല്ലേ, നമ്മൾ ചെറിയ ചെറിയ സെല്ലുണ്ട്. ബാറ്ററി അല്ലേ, ഒന്നിൽ കൂടുതൽ സെല്ല് ചേർന്നാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ സോളാർ സെല്ല് അറിയാമല്ലോ, സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ DC ജനറേറ്റർ. അപ്പോൾ ഇതൊക്കെ എന്താണ്? DC സോഴ്സിൻ്റെ പേരുകളാണ്. അപ്പം സെല്ല് പറയാം, ബാറ്ററി പറയാം, സോളാർ സെല്ല് പറയാം, അതുപോലെ തന്നെ DC ജനറേറ്റർ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് പാർട്സ് നമ്പേർഡ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്പർ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4 നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉപകരണത്തിൻ്റെ ഭാഗങ്ങളുടെ പേരെഴുതുക. നമ്പറുകളുണ്ട്, അതിൻ്റെ പേരെഴുതുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്, ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കുക, ഏതിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തെ പാർട്ട് ഏതാണ്? ഫീൽഡ് മാഗ്നറ്റ് ആണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ആർമേച്ചർ ആണ് അല്ലേ. മൂന്നാമത്തേത് നോക്കുക, ഏതാണ് അവിടുത്തെ?
സ്ലിപ്പ് റിങ്സ് ആണ് അല്ലേ, സ്ലിപ്പ് റിങ്സ് ആണ്. 4ാമത്തെ നമ്പർ ബ്രഷസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ലിപ്പ് റിങ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഉപകരണമാണ്? AC ജനറേറ്റർ ആണല്ലേ. സ്ലിപ്പ് റിങ്സ് ഉപയോഗിക്കുന്നുണ്ട്, AC ജനറേറ്റർ ആണല്ലേ. അപ്പം ആ AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ 1ാമത്തെ ഫീൽഡ് മാഗ്നറ്റ് ആണ്, 2ാമത്തെ ആർമേച്ചർ, 3ാമത്തെ സ്ലിപ്പ് റിങ്സ് ആണ്, ബ്രഷസ് ആണ് അല്ലേ, 4ാമത്തെ ബ്രഷസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനതത്വം AC ആണെങ്കിലും DC ആണെങ്കിലും അതിൻ്റെ പ്രവർത്തനതത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്, വൈദ്യുത കാന്തിക പ്രേരണമാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomenon is electromagnetic induction. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. Then 7th question, write down the special features of AC and DC. നേർധാരാ വൈദ്യുതിയുടെയും പ്രത്യാവർത്തിധാരാ വൈദ്യുതിയുടെയും പ്രത്യേകതകൾ എഴുതുക. നമുക്കറിയാം. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനേഷൻ തന്നെ എഴുതാം നമുക്ക് ആദ്യം. അതായത് കറണ്ട് ദാറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തിധാര വൈദ്യുതി. അപ്പം AC-യുടെ ഒരു പ്രത്യേകതയും. അതുപോലെ തന്നെ EMF എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. EMF അവിടെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫും കൂടി ഒന്ന് വരച്ച് വെച്ചേക്കുക. അപ്പം AC-യുടെ പ്രത്യേകതകൾ അത്രയും. ദെൻ DC-യുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നേർധാരാ വൈദ്യുതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കറണ്ട് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് എ ഡയറക്റ്റ് കറണ്ട് അല്ലേ. കറണ്ട് ഒരേ ദിശയിൽ തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാരാ വൈദ്യുതി. അതിനും എങ്ങനെയാണ്? EMF അവിടെ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ. EMF-ൻ്റെ ഹൈ വാല്യൂ ആവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. EMF കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫും കൂടെ വരച്ച് വെച്ചിരിക്കുക. അപ്പം ഇത്രയാണ് AC-യുടെയും DC-യുടെയും പ്രത്യേകതകൾ. Then 8th question, analyze the given graph and find out the instances at which the EMF is maximum and minimum. താഴെ കൊടുത്ത AC-യുടെ ഗ്രാഫ് വിശകലനം ചെയ്ത് ഏതെല്ലാം സമയത്താണ് EMF കൂടുതലും കുറവുമെന്ന് എഴുതുക. ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ EMF ഏതൊക്കെ സമയത്ത് ടൈം പീരീഡിൽ വരുമ്പോഴാണ് മാക്സിമം ആവുന്നത് മിനിമം ആവുന്നത് നമുക്ക് ഫിഗറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ. മാക്സിമം ആവുന്നത് എപ്പോഴാണ്? T/4 അല്ലേ. ടൈം പീരീഡ് T/4, അതായത് 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി ആകുമ്പോൾ മാക്സിമം ആവുന്നുണ്ട്. പിന്നെ എപ്പോഴാണ്? 3T/4, അതായത് 270 ഡിഗ്രി ആകുമ്പോഴും മാക്സിമം ആവുന്നുണ്ട്. അപ്പം the EMF is maximum at T is equal to T/4 and T is equal to 3T/4 അല്ലേ. അതായത് T is equal to T/4, T is equal to 3T/4 എന്നീ സമയങ്ങളിൽ EMF പരമാവധിയാവുന്നുണ്ട്. ഇനി EMF കുറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറവാകുന്ന അല്ലെങ്കിൽ 0 ആവുന്ന കണ്ടീഷൻ എപ്പോഴൊക്കെയാണ്? ടൈം പീരീഡ് 0-ലാകുമ്പോൾ ഉണ്ട്. പിന്നെ എപ്പോഴാണ്? 180 ഡിഗ്രി ഉണ്ട്, പിന്നെ 360 ഉണ്ട് അല്ലേ. അതായത് 0, T/2 ആൻഡ് T അല്ലേ. ടൈം 0-യും T/2 അതുപോലെ T-യും ആകുമ്പോൾ എങ്ങനെയാണ്? EMF ഏറ്റവും കുറവായിരിക്കും, അതായത് 0 ആയിരിക്കും. Then 9th question, there is only one type of generator, AC generator. Write down your responses about this statement. ജനറേറ്റർ ഒരു തരമേ ഉള്ളൂ, AC ജനറേറ്റർ. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എഴുതുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ജനറേറ്റർ 2 തരത്തിലുണ്ട്, AC-യും DC-യും. ആക്ച്വലി ഈ AC-യിൽ നിന്ന് വരുന്ന കറണ്ടിനെ നമ്മൾ സ്പ്ലിറ്റ് റിങ്സ് ഉപയോഗിച്ചിട്ടല്ലേ DC ആക്കി മാറ്റുന്നത്, ശരിയല്ലേ? ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജനറേറ്റർ മാത്രമുള്ളത് നമുക്ക് പറയാം, AC ജനറേറ്റർ എന്ന് മാത്രം പറയാം. കാരണം എന്താണ്? അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ കറണ്ടിനെ കൺവേർട്ട് ചെയ്യുന്നത് ഏതുപയോഗിച്ചിട്ടാണ്? റിങ്സ് ഉപയോഗിച്ചിട്ടാണ്. സ്ലിപ്പ് റിങ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ AC ജനറേറ്ററായിട്ട് മാറും. ദെൻ ആ AC-നെ എന്താണ്? സ്പ്ലിറ്റ് റിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിട്ട് മാറും? അത് DC ആയിട്ട് മാറും. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ്? AC ഒരു ജനറേറ്റർ തന്നെയുള്ള നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് ആൻസർ? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഇൻ വൺ സെൻസ് because current generated in AC and DC generator are same, that is AC itself. The split ring commutator in the DC generator converts the available AC into
DC in the external circuit. ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം AC ജനറേറ്ററിലെയും DC ജനറേറ്ററിലെയും ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഏത് തന്നെയാണ്? AC തന്നെയാണ്. സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററാണ് ഈ ACയെ DC ആക്കി ബാഹ്യ സർക്യൂട്ടിൽ എത്തുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. DC എന്ന് നമുക്ക് AC എന്നും പറയാം, പക്ഷേ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററാണ് അവിടെ ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ACനെ DC ആക്കി മാറ്റുന്നത്. Then 10th question, line diagrams of a generators are given. ജനറേറ്ററിൻ്റെ 2 രേഖാചിത്രങ്ങൾ താഴെ കൊടുക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ഇലക്ട്രിസിറ്റി റീച്ചിങ് ദ ഗാൽവനോമീറ്റർ ഇഫ് ദ ആർമേച്ചേഴ്സ് ഓഫ് ബോത്ത് ദ ജനറേറ്റേഴ്സ് ആർ മെയ്ഡ് ടു റൊട്ടേറ്റ്? രണ്ടിൻ്റെയും ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്ത്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും ആർമേച്ചർ കറങ്ങുന്നു, അവിടെ മാഗ്നറ്റ് അവിടെ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ എന്താണ്? ഓരോന്നിൻ്റെയും ബ്രഷസിൽ കൂടെ പോകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ആദ്യത്തേലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ്? സ്പ്ലിറ്ററിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ആദ്യത്തേൽ നമുക്ക് എന്ത് കിട്ടും? DC കിട്ടുമല്ലേ. രണ്ടാമത്തേൽ സ്ലിപ്പ് റിങ്സ് ഉപയോഗിച്ചിരിക്കുന്നു, അതുകൊണ്ട് രണ്ടാമത്തേൽ നമുക്ക് എന്ത് കിട്ടും? AC ലഭിക്കും. മനസ്സിലായല്ലോ. അപ്പം ആദ്യത്തേൽ DC ആണ്, രണ്ടാമത്തേൽ AC ആണ്. ദെൻ അതേ ക്വസ്റ്റ്യൻ തന്നെ ബി പാർട്ടാണ്. അതായത് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ഇലക്ട്രിസിറ്റി റീച്ചിങ് ദ ഗാൽവനോമീറ്റർ ഇഫ് ദ ഫീൽഡ് മാഗ്നറ്റ്സ് ഓഫ് ബോത്ത് ദ ജനറേറ്റേഴ്സ് ആർ മെയ്ഡ് ടു റൊട്ടേറ്റ്? രണ്ടിൻ്റെയും ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്ത്? നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റ് അവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചു. ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആർമേച്ചർ അവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് ഫീൽഡ് മാഗ്നറ്റാണ് അവിടെ കറക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർമേച്ചർ അവിടെ കറങ്ങുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? റിങ്സ് ബ്രഷസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നല്ലോ പറയുന്നത്. അപ്പം ആർമേച്ചറുടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന നമ്മൾ DCയുടെയും ACയുടെയും വർക്കിംഗ് ഒക്കെ പഠിച്ചതാണ്. ACനെ DC ആക്കി മാറ്റുന്ന ഏതാണ്? സ്പ്ലിറ്ററിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കവിടെ കിട്ടുന്ന ഓൾറെഡി എന്ത് തന്നെയാണ്? AC തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ആ സ്പ്ലിറ്ററിംഗ് കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ കൺവേർട്ട് ചെയ്ത് DC ആക്കി മാറ്റുന്നത്. പക്ഷേ ഇവിടെ സ്പ്ലിറ്ററിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മാഗ്നറ്റാണ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. മനസ്സിലാണല്ലോ. അപ്പം രണ്ട് ജനറേറ്ററിന് ലഭിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? AC തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ആൻസർ? AC വിൽ ബി ഒബ്റ്റൈൻഡ് ഫ്രം ബോത്ത് ദ ജനറേറ്റേഴ്സ്. രണ്ട് ജനറേറ്ററിൽ നിന്നും ലഭിക്കുന്നത് AC തന്നെ ആയിരിക്കും. ദെൻ അതിൻ്റെ സി പാർട്ട് ഉണ്ട്. ഡ്രോ ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഒബ്റ്റൈൻഡ് ഇൻ ബോത്ത്. രണ്ട് സന്ദർഭങ്ങളിലും ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് ചിത്രീകരിക്കുക. അതായത് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ രണ്ട് സിറ്റുവേഷൻസിലും ലഭിക്കുന്ന ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആർമേച്ചറാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യത്തേൽ എന്താണ്? DC ആണ് കിട്ടുന്നത്, രണ്ടാമത്തേൽ AC ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ജനറേറ്ററിൽ നിന്ന് DC കിട്ടുന്നു. അപ്പം DCയുടെ ഫിഗർ കൊടുക്കുക. ആദ്യത്തെ ജനറേറ്ററിൽ DC, രണ്ടാമത്തെ ജനറേറ്ററിൽ എന്താണ് കിട്ടുന്നത്? AC ആണ്. ക്ലിയർ ആയല്ലോ. ദെൻ ഇനി ഫീൽഡ് മാഗ്നറ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഫീൽഡ് മാഗ്നറ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? രണ്ടിൽ നിന്ന് ലഭിക്കുന്ന എന്ത് തന്നെയാണ്? AC തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേറ്ററിലും സെക്കൻഡ് ജനറേറ്ററിലും എന്ത് തന്നെയാണ് കിട്ടുന്നത്? AC തന്നെ. ഫീൽഡ് മാഗ്നറ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. AC തന്നെയാണ് എപ്പോഴും കിട്ടുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് DC ആക്കുന്ന ഡിവൈസ് ഏതാണ്? സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിട്ടാണ്. സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ അവിടെ വരുമ്പോഴാണ് ആ ACനെ DC ആക്കി മാറ്റുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ദാറ്റ്സ് ആൻസർ. അപ്പോൾ ആ ഗ്രാഫ് വരച്ചു വയ്ക്കുക. ദെൻ 11th question, electromagnetic induction is a charging a substance, B process of developing a magnetic field around a coil by passing electricity through a coil, process of rotating the armature of a generator, process of making electricity by the relative motion of a magnet or a coiled conductor. വൈദ്യുത കാന്തിക പ്രേരണം എന്നത് ഒരു പദാർത്ഥത്തെ വൈദ്യുത ചാർജുള്ളതാക്കുന്ന പ്രക്രിയയാണ്. ഒരു കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ച് കാന്തിക മണ്ഡലം സംജാതമാകുന്ന പ്രക്രിയയാണ്. ഒരു വൈദ്യുത ജനറേറ്ററിൻ്റെ ആർമേച്ചർ കറക്കുന്ന പ്രക്രിയയാണ്. ഒരു കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്ന പ്രക്രിയയാണ്.
അപ്പോൾ ഏതാണ് ആൻസർ? നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ദാറ്റ് ഈസ് ഡി ഇല്ല. അതായത് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇലക്ട്രിസിറ്റി ബൈ റിലേറ്റീവ് മോഷൻ ഓഫ് എ മാഗ്നറ്റ് ഓർ എ കോയിൽഡ് കണ്ടക്ഷൻ അല്ലേ. അതായത് ഒരു കാന്തത്തിൻ്റെയോ കമ്പിച്ചുള്ളിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം പ്രേരിത വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് അല്ലേ. കോയിലും സ്റ്റേഷനറി ആക്കിക്കൊണ്ട് കാന്തം മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാന്തം സ്റ്റേഷനറി ആക്കിക്കൊണ്ട് കോയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ആപേക്ഷിക ചലനം അല്ലേ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ 12th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി? ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ജനറേറ്റർ, ഗാൽവനോമീറ്റർ, മോട്ടോർ, അമീറ്റർ. ഇതൊക്കെ അറിയാം. ഏതാണ്? ജനറേറ്ററാണ്. മറ്റോരോന്നിൻ്റെയും യൂസസ് അറിയാമല്ലോ. ഗാൽവനോമീറ്റർ ആണെങ്കിലാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു കറണ്ടിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം ഇല്ലേ. മോട്ടർ ആണെങ്കിൽ എന്താണ്? ഇലക്ട്രിക് എനർജി കൊടുത്തു അതിനെ മെക്കാനിക്കൽ വർക്കിന് വേണ്ടിയാണ് മോട്ടർ ഉപയോഗിക്കുന്നത്. അമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മെഷറിങ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അമീറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം. അപ്പോൾ ഏതാണ്? ദാറ്റ് ഈസ് ജനറേറ്റർ. Then 13th question, write down the similarities and differences in the structure of an AC generator and a DC generator. AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസങ്ങളും സാമ്യങ്ങളും എഴുതുക. അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ആദ്യമേ നമുക്ക് സിമിലാരിറ്റീസ് നോക്കാം. എന്തൊക്കെയാണ്? ബോത്ത് AC ആൻഡ് DC ഹാവ് ഫീൽഡ് മാഗ്നറ്റ് ആൻഡ് ആർമേച്ചർ ഫീൽഡ് കാന്തം എന്നിവ ACയിലും DCയിലും പൊതുവായി ഉണ്ട്. പിന്നെന്താണ്? ബോത്ത് ആർ വർക്ക്സ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ACയും DCയും വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പിന്നെന്താണ്? AC ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഇൻ ബോത്ത് കേസസ്. ACയുടെയും DCയുടെയും ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് AC തന്നെയാണ്. ഇനി അതിൻ്റെ ഡിഫറൻസസ് നോക്കാം. ദാറ്റ് ഈസ് ഇൻ AC സ്ലിപ്പ് റിംഗ് ഈസ് യൂസ്ഡ് ബട്ട് ഇൻ DC സ്പ്ലിറ്റ് റിംഗ് ഈസ് യൂസ്ഡ്. ACയിൽ സ്ലിപ്പ് റിങ്ങുകളും DCയിൽ സ്പ്ലിറ്റ് റിങ്ങുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ ആൻ AC ജനറേറ്റർ AC ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി മോഷൻ ഓഫ് ആർമേച്ചർ ഓർ മാഗ്നറ്റ്. AC ജനറേറ്ററിൽ ആർമേച്ചറോ കാന്തമോ കറക്കിയാണ് അവിടെ AC ലഭ്യമാക്കുന്നത്. പക്ഷേ DCയിൽ എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇൻ DC ജനറേറ്റർ ഈസ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് DC വിൽ ബി ഒബ്റ്റെയിൻഡ് ഓൺലി ഇഫ് ആർമേച്ചർ ഈസ് മെയ്ഡ് ടു റൊട്ടേറ്റ്. DC ജനറേറ്ററിൽ ആർമേച്ചർ കറക്കുന്നതിലൂടെ മാത്രമേ DC ലഭ്യമാവുകയുള്ളൂ. Then 14th question, a conductor hung horizontally in the north-south direction is connected to a galvanometer. The conductor is situated in a magnetic field acting in the east-west direction. In which direction should you move the conductor if maximum current is to be induced in the conductor in the north-south direction? Justify your answer. തെക്കുവടക്ക് ദിശയിൽ തിരശ്ചീനമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചാലകത്തിൻ്റെ രണ്ടഗ്രങ്ങളും ഒരു ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു കാന്തിക മണ്ഡലത്തിലാണ് ചാലകം സ്ഥിതി ചെയ്യുന്നത്. ചാലകത്തിലൂടെ തെക്കുവടക്ക് ദിശയിൽ പരമാവധി വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ചാലകം ഏതു ദിശയിൽ ചലിപ്പിക്കണം? ഉത്തരം സാധൂകരിക്കുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടുവാർഡ്സ് ഈസ്റ്റ്, ഡൗൺവേർഡ്സ്, അപ്വേർഡ്സ്, ടുവാർഡ്സ് നോർത്ത്. അതായത് കിഴക്ക് ദിശയിൽ, താഴേക്ക്, മുകളിലേക്ക്, അല്ലെങ്കിൽ വടക്ക് ദിശയിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു കണ്ടക്ടർ തെക്ക് വടക്ക് ഡയറക്ഷനിൽ അത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കണ്ടക്ടർ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഈസ്റ്റ് ടു വെസ്റ്റിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? തെക്ക് വടക്ക് ദിശയിൽ അത് മാക്സിമം കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തെക്ക് വടക്ക് ദിശയിൽ ആ കണ്ടക്ടറിൻ്റെ തെക്ക് വടക്ക് ദിശയിൽ മാക്സിമം കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും? ആ കണ്ടക്ടർ ഏത് ദിശയിലേക്കായിരിക്കണം?
മൂവ് ചെയ്യിക്കേണ്ടത്, ചലിപ്പിക്കേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കറിയാം ഡയറക്ഷൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇത് സൗത്ത് നോർത്ത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, ഇത് ഈസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഇത് വെസ്റ്റ് ആണ്. നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണ്. ഇവിടെ ഒരു സപ്പോസ് ഇതൊരു കണ്ടക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. നോക്കുക, ഇതൊരു കണ്ടക്ടറാണ്. ദെൻ ഇത് നോർത്താണ്, സൗത്ത്. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇത് നോർത്തും ഇത് സൗത്ത്. അപ്പം ആ സൈഡ് നോർത്താണ്, ഈ സൈഡ് സൗത്ത് ആണ്. അപ്പോൾ ഈ കണ്ടക്ടർ ഇങ്ങനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ട് എൻഡിലും ഒരു വയർ വഴി ഒരു ഗാൽവനോമീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത് ഈസ്റ്റ് വെസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഈസ്റ്റ് വെസ്റ്റ് ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു. അപ്പം ഇത് സൗത്ത്, ഇത് നോർത്താണ്. അപ്പോൾ അതായത് ഇത് തെക്കാണ്, ഇത് വടക്കാണ് അല്ലേ, തെക്ക് വടക്കാണ്. അപ്പം ഇവിടെ ഈ ഭാഗം അല്ലേ, ഈ ഭാഗമായിരിക്കും ഈസ്റ്റ്, അതായത് കിഴക്ക് പടിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടായിരിക്കും. മനസ്സിലാവുന്നല്ലോ പറയുന്നത്? തെക്ക് വശം ഇതാണ്, വടക്ക് വശം ഇതാണ്. അപ്പം ഏതായിരിക്കും ഈ ഭാഗം അല്ലേ, ഇവിടെ ഏതായിരിക്കും ഈസ്റ്റ് ആയിരിക്കും, അവിടെ വെസ്റ്റും ആയിരിക്കും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് അങ്ങോട്ടായിരിക്കും. മനസ്സിലാവുന്നല്ലോ? മാഗ്നറ്റിക് ഫീൽഡ് ആ ഒരു രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ കണ്ടക്ടറുടെ തെക്ക് വടക്ക് ദിശയിൽ, അതായത് സൗത്തിൽ നിന്നും നോർത്തിലേക്ക് അല്ലേ, തെക്ക് വടക്ക് ദിശയിൽ കറണ്ട് മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്കിവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യാം? ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. എന്താണ് റൈറ്റ് ഹാൻഡ് റൂള്? പഠിച്ചതാണല്ലേ. നമ്മൾ 3 ഫിംഗേഴ്സ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, 3 ഫിംഗേഴ്സ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ദെൻ 4 ഫിംഗർ ഏതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട്. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ആ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിംഗർ ഏതാണ്? 4 ഫിംഗർ ആണല്ലോ. അപ്പം 4 ഫിംഗർ അങ്ങോട്ടായിരിക്കും. മനസ്സിലാവുന്നില്ല? ഈസ്റ്റ് ടു വെസ്റ്റിലാണ് 4 ഫിംഗർ വേണ്ടത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് 4 ഫിംഗർ പിടിക്കാം. പിന്നെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് എങ്ങനെയാണ്? സൗത്ത് ടു നോർത്ത്, അതായത് തെക്ക് നിന്നും വടക്കോട്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. കറണ്ട് മാക്സിമം ഉണ്ടാവേണ്ടത് തെക്ക് ദിശയിൽ നിന്നും വടക്കോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? അങ്ങോട്ടാണല്ലോ. അപ്പോൾ നമുക്ക് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതാണ്? മിഡിൽ ഫിംഗർ ആണല്ലോ. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ടാണ്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ കറണ്ട് ആ ഡയറക്ഷനിലേക്ക് 4 ഫിംഗർ ഈസ്റ്റ് ടു വെസ്റ്റ്, മാഗ്നറ്റിക് ഫീൽഡാണ് ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പോൾ തമ്പ് എങ്ങോട്ടായിരിക്കും? ദാറ്റ് ഈസ് ഡൗൺവേർഡ്സ് അല്ലേ. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? തമ്പ് ഇൻഡിക്കേറ്റ്സ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ആയിട്ടായിരിക്കും, താഴോട്ട്, നേരെ താഴോട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഡൗൺവേർഡ്സ്. ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അത് ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് പറയുക. ക്ലിയർ ആയാലോ എന്താണെന്നുള്ളത്? അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? ദാറ്റ് ഈസ് ഡൗൺവേർഡ്സ്, താഴേക്കാണ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ കണ്ടക്ടർ ഈസ് ടു ബി മൂവ്ഡ് ഡൗൺവേർഡ്സ്. ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം നമ്മൾ പഠിച്ചതാണല്ലേ. ആ നിയമം അനുസരിച്ചിട്ട് ചാലകത്തെ താഴോട്ട് ചലിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ തെക്ക് വടക്ക് ദിശയിൽ മാക്സിമം അവിടെ കറണ്ട് പ്രവഹിക്കത്തുള്ളൂ. അപ്പോൾ ലെറ്റർ സക്സസിലെ പകുതി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇത്തരം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമുക്ക് നല്ലതുപോലെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കഴിവതും പഠിച്ചു പോകാൻ ശ്രമിക്കുക, അതായത് മനസ്സിലാക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാര്യങ്ങൾ പഠിച്ചു പോകാനും ശ്രമിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.